ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റിവിഷൻ ആയതുകൊണ്ട് ഒരു വട്ടേ വായിക്കത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. 3 പാരാലിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലക്കരയാണ്. കേരളത്തിൽ കരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്നത് പാലക്കാട്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വേദിയാവുന്നത് കൊച്ചിയാണ്. ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് ഏതാണ്? അനന്തയാണ്. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യക്കാരൻ മുഹമ്മദ് ഷമിയാണ്. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഹരിയാനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ ആരംഭിച്ച നേത്രരോഗ പരിശോധന പരിപാടി നയനാമൃതം 2.0 ആണ്. ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമനാണ്. ആസാം സ്വദേശിയാണ് പൂർണിമ ദേവി ബർമൻ. അടുത്തത്, സമ്പൂർണ്ണ ചെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ഗ്രാമം കടലുണ്ടിയാണ്. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ആരാണ്? ലഫ്റ്റനന്റ് ആസ്ത പൂനിയാണ്. ആഗോള സമാധാന സൂചിക 2025 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്. 2-ാം സ്ഥാനം അയർലൻഡ്, 3 ന്യൂസിലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. അപ്പം ആഗോള സമാധാന സൂചിക 2025 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡും ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായതാരാണ്? കെ മധു ആണ്. സംവിധായകൻ കെ മധു ആണ്. 2025 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ്? സി സദാനന്ദനാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് നെതർലൻഡാണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് നെതർലൻഡാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99 ആണ്. അപ്പം സമാധാന സൂചിക 115. ഇനി സുസ്ഥിര വികസന സൂചികയിൽ എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? 2025 99 ആണ് സ്ഥാനം. 1-ാം സ്ഥാനം ഫിൻലാൻഡാണ്. അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? വനദീപ്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എനർജി വീക്ക് 2025 തുടക്കമിട്ട് ഇന്ത്യൻ നഗരം ഏതാണ്? യശോഭൂമിയാണ്. ദ്വാരക, ഡൽഹി. യശോഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച് സ്പോർട്സ് എക്സ്പേർട്ടും അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാണ്? ഷൈനി വിൽസൺ ആണ്. അപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്ട് എക്സ്പേർട്ടും അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് ഷൈനി വിൽസൺ. 39ാമത് മൂലൂർ അവാർഡിന് അർഹനായത് ആരാണ്? ഷാജി നായരമ്പലമാണ്. 39ാമത് മൂലൂർ അവാർഡിന് അർഹനായത് ഷാജി നായരമ്പലമാണ്. അദ്ദേഹത്തിന്റെ ഗുരുദേവ ഗീതം എന്ന കാവ്യ സമാഹാരത്തിനാണ് മൂലൂർ അവാർഡ് കിട്ടിയത്. അടുത്തത്, ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മഴവില്ലാണ്. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. 2026 AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2026 AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ സ്വന്തമാക്കി വികസിപ്പിച്ച മൾട്ടി ബാരൽ വിനായക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അപ്പോൾ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ വിനായക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 5ാം തലമുറ ഫൈറ്റർ വിമാനമായ Su-57 നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ ഇന്ത്യയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച രാജ്യം ഏതാണ്? റഷ്യ. ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും
വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമെന്ന് വിധിച്ചത് എന്താണ്? സുപ്രീം കോടതിയാണ്. അപ്പോൾ ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമെന്ന് വിധിച്ചത് സുപ്രീം കോടതിയാണ്. 100 വർഷം തികയ്ക്കുന്ന കൂലിവേലക്കാരുടെ പരസ്പര സഹായക സംഘം ഏതാണ്? ഊരാളുങ്കൽ സഹായക സംഘമാണ്. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് തന്നെയാണ്? മണിപ്പൂരാണ്. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രനാണ്. മരണാനന്തരമാണ് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റെഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജെ ജയശ്രീയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റെഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജെ ജയശ്രീയാണ്. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്രാന്തര കേബിൾ ശൃംഖല ഒരുക്കുന്ന മെറ്റയുടെ പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് വാട്ടർ വർത്താണ്. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്രാന്തര കേബിൾ ശൃംഖല ഒരുക്കുന്ന മെറ്റയുടെ പദ്ധതിയാണ് പ്രൊജക്റ്റ് വാട്ടർ വർത്ത്. വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ ശിക്കാരവള്ളം ഏതാണ്? കതിരവനാണ്. കതിരവൻ. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും തെലങ്കാനയാണ്. അപ്പോൾ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളം, തെലങ്കാന. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനം ഏതാണ്? ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് മനു ഭാക്കറാണ്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായത് മനു ഭാക്കറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.